ഗാഡ്ജറ്റ് 360 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ അല്ല, ഇതൊരു വെബ്സൈറ്റാണ്. ഞാനതൊരു ആപ്ലിക്കേഷൻ രൂപത്തിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു സൈറ്റ് ഞാൻ ഇതിൻ്റെ പേര് സെർച്ച് ചെയ്താലും മതി, കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും, നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. ഒരു ഫോൺ മേടിക്കുകയാണ്, ഉദാഹരണത്തിന് ഒരു 3 ഫോൺ നമ്മുടെ പ്ലാനിങ്ങിലുണ്ട്. ഒരു 3 ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 2 ഫോൺ ആയിക്കോട്ടെ, 2 ഫോണുണ്ട് നമ്മൾ നല്ലതെന്ന് കരുതുന്ന ഒരു നല്ല ഫോണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഓപ്പോ ഒരെണ്ണവും അതേപോലെ തന്നെ റെഡ്മി ഒരെണ്ണവും, അങ്ങനെ 2 വെറൈറ്റി കമ്പനീൻ്റെ 2 ഫോണുകൾ. അപ്പോൾ ഈ 2 ഫോണുകളിൽ ഏറ്റവും നല്ല പെർഫോമൻസും ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുന്നത് ഏത് ഫോണിലാണ് എന്ന് ഈ ഒരു വെബ്സൈറ്റ് വഴി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിവ്യൂ നമുക്ക് തരുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് ഫോണാണ് നമുക്ക് മേടിക്കേണ്ടത്. അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസ് അടക്കമാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. ഇത് ഫ്രീ ആപ്ലിക്കേഷനാണ്, ആർക്കും വേണമെങ്കിലും ചെക്ക് ചെയ്യാവുന്നതാണ്, എപ്പോൾ വേണമെങ്കിലും. അത് ഫോണിൻ്റെ കേസിൽ മാത്രമല്ല, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഫോൺ കാണിച്ചു തരാം. ഫോണാണല്ലോ ഇപ്പോൾ എല്ലാവരും മേടിക്കുന്നത്. അപ്പോൾ എന്നോട് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഈ ഫോൺ നല്ലതാണോ, ആ ഫോൺ നല്ലതാണോ. ചിലവർ പറഞ്ഞിട്ടുണ്ട്, 2-3 ഫോണുകളുടെ പേര് പറഞ്ഞിട്ട് അതൊക്കെ നല്ലതാണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട, ആരോടും ചോദിക്കാൻ വേണ്ട, ആരുടെ കാലും പിടിക്കണ്ട. ഇപ്പോൾ കടയിൽ പോലും പോയിട്ട് നമുക്ക് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടതിൽ, എന്തൊക്കെ കുറവുണ്ട് അതിലെന്തൊക്കെയാണ് ഇനി എത്ര രൂപേൻ്റെ കുറവുണ്ട് ഈ 2 ഫോണുകൾ തമ്മിൽ എന്നൊക്കെയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ കിട്ടും. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഒന്നായിരിക്കും കാണിക്കുക. ആദ്യം നമ്മൾ മേളിലത്തെ ആ 3 വരയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് മൊബൈലാണ്. അപ്പോൾ മൊബൈൽ സെലക്ട് ചെയ്യാം. മൊബൈൽ സെലക്ട് ചെയ്യാൻ നേരത്ത് ഇഷ്ടം പോലെ മൊബൈൽസ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മൊബൈൽസുകളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പാരിസണും ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ കമ്പാരിസൺ ചെയ്യണം എന്ന് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വഴിയുണ്ട്, കാണിച്ചു തരാം. കമ്പയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും. കമ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഓപ്ഷനിൽ മൊബൈൽസ് ഉണ്ടാവും, ലാപ്ടോപ്പ് ഉണ്ടാവും, TV ഉണ്ടാവും, ടാബ്ലറ്റ്സ് ഉണ്ടാവും, സ്മാർട്ട് വാച്ച് ഉണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൊബൈലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം 2 മൊബൈൽ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് മാക്സിമം 3-4 മൊബൈൽ വരെ 4 മൊബൈലിൻ്റെ കമ്പനികൾ വരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉദാഹരണം കാണിക്കുന്നത് കൊണ്ട് ഒരു 2 എണ്ണം കാണിച്ചു തരാം. നമ്മളൊരു മൊബൈലിൻ്റെ ഇപ്പോൾ ഒരു ഐഫോൺ ഞാൻ ടൈപ്പ് ചെയ്യാണ്. iPhone 14 തന്നെ ഇരിക്കട്ടെ, iPhone 14. അതേപോലെ തന്നെ രണ്ടാമത്തത് ഷൗമീൻ്റെ 10T 5G ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് കമ്പാരിസൺ ചെയ്യാം. അപ്പോൾ ഇവിടെ അടിയിൽ റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട് കമ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ കമ്പയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സംഭവം ഇത് കമ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഡിസൈൻ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ iPhone 14 ആണ് ഏറ്റവും നല്ല ഡിസൈനായിട്ട് തന്നെ വന്നിട്ടുള്ളത്. സോഫ്റ്റ്വെയർ റേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ iPhone തന്നെയാണ് നല്ലത്. ഇതിനകത്ത് സോഫ്റ്റ്വെയറിൻ്റെ ഇത് കൊടുത്തിട്ടൊന്നുമില്ല, എത്ര ശതമാനമാണെന്ന് കൊടുത്തിട്ടില്ല. ഇത് 9% ഉണ്ട്. അതേപോലെ തന്നെ ബാറ്ററി റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 പോകത്തുള്ളൂ iPhone 14ക്ക്. അതേപോലെ തന്നെ ക്യാമറ റേറ്റിംഗ് 9 ഉണ്ട്, കുഴപ്പമില്ല, തരക്കേടില്ലാത്തതാണ്. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലാണ് കുറവ് വരുന്നത്. വാല്യൂ ഫോർ മണി അല്ല, ഇത് 7% ഏറ്റവും കുറവാണ് വാല്യൂ. അപ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, വാല്യൂ ഫോർ മണി ഏത് ഫോണാണെന്ന്. ഷൗമീൻ്റെ തന്നെയാണ്. ഷൗമീൻ്റെ ഏറ്റവും വില കുറച്ച് തന്നെ അവർ കൊടുക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ഫോണിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ 6.6 ഇഞ്ചസ് ആണുള്ളത് ഐഫോണിന്. അതേപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ കേസിലേക്കാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ചസ് ഉണ്ട്. അപ്പോൾ ഏതാ നല്ലത്?
നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതേപോലെ തന്നെ ഇപ്പോൾ റിയർ ക്യാമറ 12, ഫ്രണ്ടും ബേക്കും 12 മെഗാ പിക്സലുണ്ട്. ഇപ്പുറ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 64, 13 കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അറിയാം എന്താ സ്ഥിതി എന്നുള്ളത്. പിന്നെ സ്റ്റോറേജിൻ്റെ കേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് 128 GB ഉണ്ട്, 256 GB ഉണ്ട്, 512 GB വരെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ കേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 128 GB മാത്രം. പിക്സൽ റെസൊല്യൂഷനാണ്. പിക്സൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ പിക്സൽ റെസൊല്യൂഷനെ കുറിച്ചൊരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതെന്താ സംഭവം എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് വ്യക്തമാക്കി കാണിച്ചു തരാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നമുക്ക് ഇതിനകത്ത് തന്നെ നോക്കിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവും ഏതാണ് ഏറ്റവും നല്ല ഫോൺ എന്നുള്ളത്. ഞാൻ ഐഫോൺ ഒരു ഉദാഹരണമാക്കിയിട്ട് വെച്ചതേ ഉള്ളൂ. ഐഫോൺ വേണ്ട, ആൻഡ്രോയിഡ് തന്നെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2 ആൻഡ്രോയിഡ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 4 ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 വ്യത്യസ്തമായിട്ടുള്ള ഫോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഫോൺ ഏതാണ്, ഇതിൻ്റെ റേറ്റ് അടക്കം നമുക്ക് മനസ്സിലാക്കി തരും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റേ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പുതിയതായിട്ട് ഫോൺ എടുക്കാൻ പോകണ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.